എൻ്റെ അമ്മ വേറൊരു ടൈപ്പ് ഓഫ് ടീച്ചറാണ്. ഈ മക്കളെ കുറച്ച് അടിച്ച് പഠിപ്പിക്കുന്നൊരു ടീച്ചറാണ്. ബാക്കിയുള്ള പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. അത് മലർ മിസ് ടൈപ്പ് ഒന്നും അല്ല അത്. ടീച്ചർ ഫോർത്ത് സ്റ്റാൻഡേർഡ് ഹണി ടീച്ചർ. ഇല്ല, അതിൽ ഇൻവോൾവ് ആയിട്ടില്ല. കാരണം അമ്മ കുറച്ചും കൂടെ മറ്റിങ്ങനെ ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. ഇപ്പം ഭയങ്കര സോഫ്റ്റാണ്, പക്ഷെ ആയിരുന്നു. പക്ഷേ ഈ ടീച്ചർ അങ്ങനത്തെ അല്ല. ഈ ടീച്ചർക്ക് കുറച്ച് ക്ലാസ്സിൽ കുട്ടികൾ കയറുന്നില്ല, മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടും കയറുന്നില്ല. പകരം സാറിൻ്റെ അവിടേക്കാണ് കുട്ടികൾ ഓടുന്നത്. അതിൻ്റെ ഒരു വിഷമം എന്നേ ഉള്ളൂ. ബാക്കി നല്ല കുട്ടികളെ അത്യാവശ്യത്തിന് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. എൻ്റെ അമ്മ വേറൊരു ടൈപ്പ് ഓഫ് ടീച്ചറാണ്. ഈ മക്കളെ കുറച്ച് അടിച്ച് പഠിപ്പിക്കുന്നൊരു ടീച്ചറാണ്. ഞാൻ കണ്ടിടത്തോളം എനിക്ക് കുറേ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങ് അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ്. പഠിക്കത്തിനുള്ള കുരുത്തക്കേട് കാണിക്കുന്നതിനാണ്. റിഗ്രറ്റ് അവസരങ്ങൾ കുറയുന്നതിനൊന്നും റിഗ്രറ്റ് അങ്ങനെ തോന്നിയില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആർക്കൊക്കെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് റിഗ്രറ്റ് തോന്നാറുള്ളത്. അല്ലാതെ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് റിഗ്രറ്റ് തോന്നിയിട്ടില്ല. അവസരങ്ങൾ കുറയോ അങ്ങനെയൊന്നുമില്ല. വരേണ്ടത് വരും, പോകേണ്ടത് പോവും എന്നുള്ളൊരു ട്രാക്കിലാണ്. For every student, teacher is the first crush. In this film, mostly everyone comes to you and talk to you, like they're very close. Okay, so like, did you feel anything special, like connected to your mom with that thing, like about crush? അത് മലർ മിസ് ടൈപ്പ് ഒന്നും അല്ല അത്. Do you have any teacher crush? Yeah, I have a teacher crush in fourth standard. വിജയമാതയിൽ പഠിപ്പിക്കേണ്ട സമയത്ത് ഹണി ടീച്ചർ. കണക്കെടുക്കാൻ വന്ന ടീച്ചറാ. ടീച്ചറ് വന്ന് ക്ലാസ്സിൽ കയറി കഴിഞ്ഞ് 4x5, 6x8 അങ്ങനെയാണ് ചോദ്യം ചോദിച്ചു തുടങ്ങുക. അടിയൊക്കെ കിട്ടിയിട്ടുണ്ടോന്ന്. പക്ഷെ ഉത്തരം പറഞ്ഞ കാരമിൽക്കിന്റെ ഒരു മിഠായി ഇല്ല അന്നത്തെ, കണ്ടിട്ടുണ്ടോ? അത് തരുമായിരുന്നു. എനിക്ക് കണക്കൊന്നും അറിയില്ല, കണക്ക് ഇഷ്ടമല്ല. പക്ഷെ ആ ടീച്ചർ വന്നിട്ട് ടീച്ചറുടെ ഒരു ഇമേജ് പിള്ളേരുടെ ഇടയിൽ ടീച്ചറിനെ തന്നെ നമ്മൾ നോക്കിയിരുന്നു പോകും. അത് കണക്ക് പഠിക്കാനായിട്ടല്ല, എന്താണെന്നറിയില്ല. ടീച്ചറുടെ ബിഹേവിങ്ങും ടീച്ചറുടെ പെരുമാറ്റവും ടീച്ചറുടെ കുസൃതിയും അല്ലെങ്കിൽ ടീച്ചറുടെ ചോദ്യം ചെയ്യലും പിന്നെ ആ ജെന്യൂനിറ്റി. ഇപ്പോൾ ഉത്തരം പറഞ്ഞാൽ മിഠായി തരാമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മിഠായി തരും. അങ്ങനെ ആർക്കൊക്കെ മിഠായി വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു നമ്മുടെ ക്ലാസ്സിൽ സുമിത്തുന്നുകൊണ്ടൊരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ ടീച്ചർ എനിക്ക് മിഠായി വേണമെന്ന്. നമ്മളങ്ങനെ കൈവന്നിട്ട് ചോദിക്കില്ലല്ലോ, ഉത്തരം പറഞ്ഞാലേ കിട്ടുള്ളൂ. ഇത് വെറുതെ ആർക്കും മിഠായി വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പയ്യൻ മാത്രമേ ചോദിച്ചു, കൈപൊക്കെയുള്ളൂ. അവൻ പറഞ്ഞു, അപ്പോൾ ടീച്ചർ ചോദിച്ചു മിഠായി വേണ്ടി 5 സ്റ്റാർ. അവന് കറക്റ്റായിട്ട് 5 സ്റ്റാർ കിട്ടി. അപ്പോൾ നമ്മൾ അന്നാണ് അതൊക്കെയായിരിക്കും ആ ടീച്ചറുടെ പ്രത്യേകത. പിന്നീട് ആ വിജയമാതയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കൊല്ലമൊക്കെ മാക്സിമം ഒരു ടീച്ചർ ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ ആ ടീച്ചർ ഒന്ന് മാറിപ്പോകും. പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ക്രഷ് ഉണ്ടായി. ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത, അല്ലാതെ